ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ഈ അതായത് ഒരു ടാസ്ക് നടക്കുമ്പോൾ, നോമിനേഷൻ ടാസ്ക് നടക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞു. ആൻഡ് യു ഓൾസോ ഡിഡ്. അത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് ആണ്. അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ലെറ്റ് മീ ടോക്ക്. ഓക്കെ, ആ കുട്ടിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, അവൾക്ക് അവളുടേതായ ഒരു ടാലന്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് എവിടെ പുള്ളി എവിടെ റിനോഷ് സംസാരിച്ച രീതി ഞാൻ പറഞ്ഞത്, പാമ്പർ ചെയ്ത് ഒരാളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോ? അവൻ ആ മാല ഇട്ടിട്ട് ഓക്കെ ഡു വെൽ, സ്റ്റിൽ യു ഹാവ് ടൈം എന്ന് പറഞ്ഞു കൊടുത്താൽ ഓക്കെ. അതല്ലാതെ അവളുടെ ഒരു വീക്ക് സൈഡിനെ എടുത്ത് മുന്നോട്ട് എടുത്തിട്ടിട്ട് നമ്മളോട് അവൻ പറയാണ് ഇനി അവൾക്ക് കുറച്ച് ടൈം വേണം എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിനോട് എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. വൈ? ബിക്കോസ് ഇവള് ചില സമയത്ത് വളരെ ഷാർപ്പ് ആൻഡ് ക്രിസ്പ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ബിഹേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ നോമിനേഷൻ സമയത്താണെങ്കിലും അവള് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു സാധനത്തിനെ ഞാൻ കണക്ട് ചെയ്ത് സംസാരിച്ചത്. ക്ലിയർ? ഓക്കെ. ആൻഡ് ഈ കുട്ടി സംസാരിക്കുമ്പോൾ, അതായത് ഇവള് ചില സമയത്ത് സംസാരിച്ചു പോകുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കുന്നത് ആംബിയൻസ് ആകുമ്പോൾ ഈവൻ ഞാനാണെങ്കിലും നാദിറാണെങ്കിലും ഈവൻ ശോഭയാണെങ്കിലും എല്ലാം ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ കുട്ടിക്ക് സംസാരിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് ഷീ സെഡ് ഓക്കെ ബിഗ് ബോസിനോട് സംസാരിക്കണം. അപ്പൊ ഞങ്ങളും തീരുമാനിച്ചു ഓക്കെ അവൾക്ക് ആരോടാണോ കംഫർട്ട് അവരോട് സംസാരിക്കട്ടെ. മാക്സിമം നമ്മൾ നമ്മുടെ അടുത്തേക്ക് നോക്കുമ്പോഴും അവളുടെ കംഫർട്ട് ലെവൽ വെച്ച് അവൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഈവൻ ഞങ്ങൾ തമ്മിലൊന്നും ഇരുന്ന് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഒരു ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഔട്ട് പുറത്തേക്ക് കൊടുക്കരുത് എന്നായിരുന്നു എന്റെ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് വന്നിട്ട്, ഒരാൾക്ക് ഈവൻ എത്ര വീക്കസ് ഒരു ആളിന്റെ ഇല്ലല്ലോ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് മറ്റൊരാളിലേക്ക് എന്റെ വീക്കസ്റ്റ് പാർട്ട് എടുത്ത് കാണിച്ചിട്ടല്ല. ഇപ്പൊ ഇവനെ ഞാൻ പോയിന്റ് ചെയ്തത് ഇവന്റെ റൈറ്റ് ആണ് ഇതിവിടെ പറയേണ്ട, കാരണം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ്. ഞാൻ അത് പറയുകയും ചെയ്തു. ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ, ബട്ട് ദിസ് ഈസ് നോട്ട് ദ വേ ടു ടോക്ക്. അവളുടെ ഫയർ കയറ്റി കൊടുക്കുകയാണ് വേണ്ടത്. അല്ല എന്റെ പെർസെപ്ഷൻ ആണോ ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായമാണ് ഇത്. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ആ ഒരു സംസാരിച്ച രീതി ആകുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഒരു ചേഞ്ച് അവളിലോട്ട് വരണം, അല്ലെങ്കിൽ അവൾ ഇത്രയും കൂടെ ഉഷാറാവണം എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് അവന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അവൾക്ക് കുറച്ചുകൂടി സമയം വേണം എന്നുള്ള രീതിയിൽ സംസാരിച്ച പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ ആ ഒരു നട്ട്ഷൽ അവൾക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ ഇവിടെ വന്ന് ഫെട്ടാഫട്ട് എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്ത് എനിക്ക് സ്ട്രോങ് കണ്ടസ്റ്റന്റ് വേണമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സ്ട്രോങ് കണ്ടസ്റ്റന്റിന് വേണം നല്ല കണ്ടിന്യൂ. അതന്നെ ഞാൻ പറഞ്ഞേ, പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല. പറഞ്ഞിട്ട് ഓക്കെ കണ്ടിന്യൂ. ക്ലിയർ? ഓക്കെ, അപ്പൊ എന്റെ ഉദ്ദേശം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നാദിരായിട്ട് ഞാൻ സംസാരിച്ച കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഷോ, റൈറ്റ്? അപ്പൊ എനിക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ മാത്രം നോക്കിയിട്ട് പറയണ്ട, നിങ്ങൾ ചുറ്റിലും നോക്കുക. എന്റെ വിഷയം റിനോഷിന്റെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അത് ആ കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള, അതായത് അതായത് ഞാൻ പറയട്ടെ, അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതായത് ബിഗ് ബോസ് പറഞ്ഞത് വ്യക്തമായ കാരണങ്ങളോടുകൂടി ഒരാളെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വ്യക്തമായ കാരണങ്ങളോടുകൂടി ഒരാളെ നമുക്ക് സേവ് ചെയ്യാം. അത് ഓരോരുത്തർക്കും ബിഗ് ബോസ് തരുന്ന ഒരു ഇതാണ്. അപ്പൊ റിനോഷ് ഇവളെ സേവ് ചെയ്യുക എന്നുള്ളത് അത് റിനോഷിന്റെ ആണ്. അതിന് നിങ്ങൾ കേട്ടിട്ട് ഇവിടെ നിന്ന് അഭിപ്രായം പറയാൻ പാടില്ല. ഒരാൾക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയണം. ഇതിനു ശേഷം പറയാൻ അവസരമില്ലേ? നിങ്ങൾക്ക് അവരോട് പേഴ്സണലി പോയി പറയാം. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? എന്നോട് പറഞ്ഞില്ലേ?
അവൻ പറഞ്ഞ ഒരു പോയിന്റ് നീ കേൾക്കണം. അതായത് നിനക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? നീ ഇവിടെ വന്നെങ്കിൽ നോമിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ റീസൺ റീസൺ നിനക്ക് ഇവിടെ അല്ല പറയേണ്ടത് എന്നാണ് അവൻ പറഞ്ഞത്. അത് കറക്റ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞു ഈ പുള്ളിക്കാരുടെ ട്രാക്ക് ഇങ്ങനെയാണ്, എന്നോട് ഇങ്ങനെ പറയണം, അതായത് ഗെയിം കളിക്കുന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത് ശരിയാണ്. ഞാനൊരു കാര്യം പറയാം. അവൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. അല്ല അവളൊരു സ്ട്രാറ്റജി കാണിക്കുന്നുണ്ട്. അത് പറയേണ്ട സ്ഥലം ഇതായിരുന്നില്ലടാ. ഞാൻ സംസാരിച്ചെന്തോന്നാണ്, ഞാൻ അടുത്തേക്ക് പോയപ്പോ ഇവിടെ ഒന്ന് പറയുന്നത് സൊസൈറ്റി മൈലാണ്. ഞാൻ എന്റെ ചേരക്കാൻ വന്നേക്കണം ഇവിടെ. അത് നമുക്ക് പറയാം ഇവിടെ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സമയത്ത് പറയാം. ഇപ്പൊ അത് പേടിയില്ല, ഇപ്പൊ സൗണ്ട് ഇല്ലേ? ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കേൾക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. അത്രയും നേരം സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് നീക്ക് ഇപ്പൊ സൗണ്ട് ആയിട്ട് തോന്നുന്നു. അവനെയാണ് ഞാൻ സംസാരിച്ചത്. അവന് ഞാൻ പ്രശ്നം നിനക്ക് എന്താ അറിയാം? സംസാരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അതിന് ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. ഞാനിതിന് ഭരിച്ചില്ല. എന്റെ ആള് പറയുന്നത് എനിക്കൊരു സജഷൻ വേണ്ട. നോക്കുന്നു എന്തിനാണ് ആവശ്യം ഉണ്ടായിരുന്നു? അത് പറയേണ്ട കാര്യമില്ല. സംസാരിക്കുന്ന വോയിസ് ഉണ്ട്. പറയേണ്ട കാര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് പറയാൻ പറ്റിയ പോലെ തന്നെ ഞാനും വന്നിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. എപ്പോ പറഞ്ഞു ഷട്ടപ്പ്? ഞാൻ ഷട്ടപ്പ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ ഷട്ടപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധമുണ്ടെങ്കിൽ എനിക്കറിയാം. സോറി ക്ലിയർ ചെയ്യാൻ പറയാത്ത കാര്യത്തിന് സോറി പറയേണ്ട ആവശ്യമില്ല. എന്നാണ് ആ കുട്ടി പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. ക്ലാരിറ്റി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് തിങ്. അപ്പൊ അത് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഐ ഡോണ്ട് വാണ്ട് യുവർ പെർമിഷൻ. എനിക്കറിയാം എപ്പോ സംസാരിക്കുന്നത്. ഷട്ടപ്പ്. നിങ്ങളെല്ലാരും കേട്ടോണ്ടിരുന്നല്ലേ? ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ഡ്രാമ കളിക്കാൻ ഇവിടെ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ ആ കൊച്ചിനെ സംസാരിക്കാനായിട്ട്. പുഷ്പം പോലെ ആ കൊച്ചിനെ നോമിനേറ്റ് ചെയ്ത് പോയല്ലോ. ഇവിടെ എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് മനസ്സിലാവും. എന്താ മണ്ടന്മാരാണോ ബാക്കിയുള്ളവര്? ഞാൻ റിനോഷിനെ ചോദ്യം ചെയ്തതല്ല. നിന്റെ സൈഡ് അവൻ പറയേണ്ട രീതി ഇതായിരുന്നു. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ആ കുട്ടി പറയുന്നത് ആയിക്കോട്ടെ. അത് പറഞ്ഞത് എനിക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ട് എനിക്കത് അറിയത്തില്ല എന്താ സംഭവം. ഓർമ്മയില്ലാത്ത കാര്യത്തിന് ഞാൻ കയറി എങ്ങനെ സോറി പറയണം? എന്റെ ഓർമ്മയിൽ ഞാൻ ക്ലിയർ ചെയ്യണേ, നീ തീർക്കണേ, നീ തീർക്കണം. അത്രേ ഉള്ളൂ. തീരുമാനിക്കട്ടെ. അത്രേ ഉള്ളൂ. തീർത്തു അത്രയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയട്ടെ. യു കീപ് മം എന്നല്ലേ പറഞ്ഞേ? അല്ലാതെ ഷട്ട് എന്നല്ല പറഞ്ഞത്. ഐ നോ വാട്ട് ടു ഡിസൈഡ്. അതിന്റെ അത് ആ സെന്റൻസ് ഒരു ശരിയുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അതെ അവള് ഉൾപ്പെടുന്ന
ഓക്കെ വാട്ട് എവർ ഈ മമ്മെന്നാണ് പറഞ്ഞത്. ഷട്ട് യുവർ മൗത്തിന്റെ സെന്റൻസ് വേറെ രീതിയിൽ നിങ്ങൾ കാമായിട്ട് സംസാരിക്കും. അതെ വെറുതെ നിലവിളിച്ചോണ്ട് സംസാരിക്കും, കേൾക്കാൻ എല്ലാരും ഉണ്ടാവും. ഇപ്പൊ ആള് ഷൗട്ട് ചെയ്യണം, ഈ കാമായിട്ടിരുന്ന് കേൾക്കുക. അതാണ് നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആവശ്യത്തിനധികം മിണ്ടാതിരുന്ന അവർക്ക് സ്പേസ് കൊടുത്തില്ല. നിലവിളിക്കുന്ന സമയത്ത് 4 പേര് സംസാരിക്കാൻ വരുമ്പോ വിചാരിക്കും ഇവര് കിടന്ന് നിലവിളിക്കണം, നമ്മളെ ഇടയിൽ കിടന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം, അത് എന്താ ആയിക്കോട്ടെ കുറിച്ച് സംസാരിക്കുക. എല്ലാരും കേൾക്കാനിരിക്കും, കാരണം ഇവിടെ എല്ലാരും പറയുന്നത് കേൾക്കാൻ എല്ലാരും ബാധ്യസ്ഥരാണ്. ശരിയാണ് പറയാന്ന് ഉദ്ദേശിച്ചെങ്കിലും ആൾക്ക് തിരിച്ചു കുത്തി. That's it. എനിക്കറിയില്ല അത് ബിഗ് ബോസ് എനിക്കൊരു കാര്യം ബിഗ് ബോസിനോട് ചോദിക്കണം. അതായത് ബിഗ് ബോസ് വ്യക്തമായിട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇഷ്ടമുള്ള ആൾക്ക് ലോകട്ടും ഇഷ്ടമുള്ള ആൾക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള നിലപാടനുസരിച്ച് നമ്മുടെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അനുസരിച്ച് നമ്മൾ നോമിനേറ്റ് ചെയ്യാം. വേറൊരാളെ നോമിനേറ്റ് ചെയ്തതിനെ പറ്റി നമ്മൾ പേരെടുത്ത് സംസാരിക്കുന്നത് മറ്റു മത്സരാർത്ഥിയെ കളിയാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അയാളുടെ ഒരു ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് എനിക്ക് അയാളുടെ റൈറ്ററെയാണ് അവിടെ പുള്ളിക്കാരൻ ക്വസ്റ്റ്യൻ ചെയ്യണത്. പുള്ളിക്കാരെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്ത നോമിനേഷനെയാണ് പുള്ളി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഭയങ്കര ക്ലാരിറ്റി കിട്ടി, അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഈ ക്ലാരിറ്റി പറയാൻ ഞാൻ മമ്മെന്നാ കേട്ടെ. ഞാൻ ഷട്ട് കേട്ടില്ല, പക്ഷെ ആ രണ്ട് സെന്റൻസ് നല്ല ഡിഫറൻസ് അങ്ങനെ. അതേപോലെ നീ പറഞ്ഞു സൊസൈറ്റി ഒരു ഡാഷ് ആണെന്ന് നീ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ആ ചേച്ചിക്ക് അത് അത് ഓരോരുത്തർ എടുക്കുന്ന രീതിയാണ്. ചേച്ചി ഷട്ട് മമ്മ പറഞ്ഞത് നിനക്ക് വേറെ രീതിയിൽ ചോദിച്ചു തോന്നി, നീ പറഞ്ഞത് ആ ചേച്ചിക്ക് വേറെ. ഇത് ഓരോരുത്തർ എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ അലറി പറഞ്ഞില്ല, കേൾക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. സാഗര ഒച്ച കുറച്ച് പറഞ്ഞാൽ കേൾക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സൊസൈറ്റി ഒരു മൈരാണെന്ന് പറഞ്ഞത് ആളല്ലല്ലോ മൈരാണെന്ന്. എടാ ഈ പ്രോഗ്രാമിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഭവമുണ്ട്. അറിയുന്നു പിള്ളേര്. ഞാൻ സീരിയസ്ലി പറയാണ്, മെസ്സേജ് കൊടുക്കുന്ന സാധനം നിന്റെ കയ്യിലുണ്ട്. ഗ്രാമറിംഗ് ആൻഡ് നമ്മളെ കൊണ്ട് ഇവളിലോട്ടൊരു ശ്രദ്ധ കൊടുക്കുക, പുറത്തുള്ള ആൾക്കാരിലോട്ട് ഇവൾക്കൊരു ശ്രദ്ധ കൊടുക്കുക. ഇപ്പൊ അതൊന്നും ഒരു വിഷയമില്ല. പൊട്ടിയ സാധനം നന്നായിട്ട് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ലിറ്ററലി. ഇവിടെ ഡ്രാമ വേണ്ട, മര്യാദയ്ക്ക് നിന്നൊരു കളിക്കുന്ന കളി മതി, അല്ലാതെ പരിപാടി വേണ്ട. ആൾക്കാർ മനസ്സിലായെങ്കിൽ അത് സംസാരിക്കട്ടെ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇവളിവിടെ ഇരിക്കാൻ പോകില്ല, അല്ലെങ്കിൽ ഇവള് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്ക് അവളുടെ ടാലന്റ് ഉണ്ട്. കം ഔട്ട് ഫ്രം ദാറ്റ് ആൻഡ് റിനോസ് ഡോണ്ട് സപ്പോർട്ട് ലൈക്ക് ദിസ്. അവളെ പൊക്കിക്കൊണ്ടിരുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ ഇനി കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞില്ലല്ലോ അയ്യോ ഇവര് വന്നിട്ട് ഇത്രേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ടില്ല. സ്പോട്ടിൽ തന്നെ നോമിനേഷൻ നടന്നു അല്ലേ. അതേ ഫയർ തന്നെ നമ്മളിവിടെ നിൽക്കണം, അല്ലാതെ ഇങ്ങനെ ചാടി തരുന്ന കാര്യമില്ല. സംസാരിച്ചത് ഓക്കെയാണ്. നമ്മളെ കൂട്ടത്തിൽ മുതിർന്ന ആളാണ് നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നാളെ ഞാൻ ഒരാളടുത്ത് കട്ടക്കലിപ്പാവും നിങ്ങൾ വന്ന് നമ്മളെ പിടിച്ച് മാറ്റണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ കൂളാണ്. അതെ നാളെ നമ്മൾ അടിയാവുകയാണ്. അപ്പൊ നിങ്ങൾ നമ്മളെ പിടിച്ച് മാറ്റി സംസാരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നിങ്ങളടുത്ത് പറയുന്നത്. സോറി ബിഗ് ബോസ്. അല്ല അതല്ല പ്രശ്നം. ഇവളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഷട്ട് യുവർ മൗത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഷട്ട് യുവർ മൗത്ത് എന്നല്ല ഞാൻ കേട്ടത്. കീപ് യുവർ സെൽഫ് മം എന്നാ ഞാൻ കേട്ടത്. അങ്ങനെ പറഞ്ഞു ചേച്ചി, ദേവി ചേച്ചി പറഞ്ഞു കീപ് യുവർ സെൽഫ് മം, ഐ നോ വാട്ട് ടു ഡു എന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ കേട്ടു. പക്ഷെ കീപ് യുവർ സെൽഫ് മമ്മും ഷട്ട് യുവർ മൗത്തും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിലെനിക്ക് അത് വലിയ പ്രശ്നമായിട്ട് എനിക്കത് തോന്നുന്നില്ല. അതാ ഞാൻ അവളോട് പറഞ്ഞു അതിന്റെ ബിപി നീ കൂട്ടാതെ കുറയ്ക്ക്. പക്ഷെ ചേച്ചി അതിനെ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. ഓക്കെ ഡോണ്ട് മം എന്ന് എനിക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മമ്മ പറഞ്ഞ ചേച്ചി മമ്മ